അനിൽകുമാറിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ BJPയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കാത്ത ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് ബാങ്കിന് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത്തരം പരാമർശങ്ങൾ ഇല്ല. പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. ആത്മഹത്യാ കുറിപ്പുണ്ടെങ്കിൽ തന്നെ അതിൽ ഇങ്ങനെ ഒരു പരാമർശമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ വി രാജേഷ്, തിരുവനന്തപുരത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. അഞ്ജു ജയപ്രകാശ് ഒരിക്കൽ കൂടി നമുക്കൊപ്പം അവിടെ നിന്ന് തുടരുകയാണ്. അഞ്ജു, വി രാജേഷ് പറയുന്നതനുസരിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ ഒരു പരാമർശമില്ല എന്നുള്ളതാണ്. ഈ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ പോലീസ് മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അകത്തേക്ക് കയറിയതും കാണാനാകുന്നുണ്ട്. അതെ ബിനിൽ, മറ്റ് നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കുകയാണ്. അതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായതടക്കമുള്ള കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. തന്നെ ആരും സഹായിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നും ഈ കുറിപ്പിലുണ്ട് എന്നുമാണ് പോലീസ് പ്രാഥമികമായി പങ്കുവെക്കുന്ന വിവരങ്ങൾ. മറ്റ് വിവരങ്ങളൊന്നും ഈ നിമിഷം പോലീസ് പറയുന്നില്ല. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ആളുകളൊക്കെ തടിച്ചുകൂടി നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം വരെ വലിയ തരത്തിൽ ആളുകളുടെ ഇടയിൽ നിന്ന് കൗൺസിലർ പെട്ടെന്ന് ഒരു ദിവസം ഇത്തരത്തിൽ തങ്ങളുടെ ഓഫീസിൽ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുക എന്ന് പറയുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഞെട്ടൽ അത് ചെറുതല്ല. എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന തിരുവനന്തപുരത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആള്, അപ്പോൾ പാർട്ടിക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്തിന് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പോലീസ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നാണ്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ച് ഈ നിമിഷം ലഭ്യമല്ല. എന്തായാലും ഇത്തരത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയശാല ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഇത്തരത്തിൽ ലോൺ എടുത്ത ആളുകൾ അടവ് മുടങ്ങിയതും അത് അടക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബാങ്ക് വലിയ തരത്തിൽ പ്രതിസന്ധിയിലായിട്ടുള്ള ഘട്ടങ്ങളിൽ അങ്ങനെ മാനസികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ അദ്ദേഹം തളർന്നിരുന്നു എന്നാണ് അടുത്തുള്ള ആളുകൾ, ഈ കൗൺസിലറുമായി അടുത്തുള്ള ആളുകൾ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ഈ നിമിഷം ലഭ്യമല്ല. മേയർ ഉൾപ്പെടെയുള്ള ആളുകളെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മറ്റ് കൗൺസിലർമാർ, BJP പ്രതിനിധികളൊക്കെയുള്ള ആളുകളൊക്കെ ഈ ഓഫീസിന്റെ അകത്തും പുറത്തുമൊക്കെ എത്തിയിട്ടുണ്ട്. രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ആദിത്യന്റെ മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുറത്ത് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. കാരണം കൗൺസിലറിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആശങ്കയിലാണ് നിൽക്കുന്നത്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുകയാണെന്നാണ് പോലീസും പറയുന്നത്. ഒരു നിമിഷം. തിരുവനന്തപുരം കൗൺസിലറാണ് ഇപ്പോൾ അവിടെ വി രാജേഷിനെ ഉൾപ്പെടെ നമുക്ക് കാണാനാകുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇല്ല, ഈ നിമിഷം നിങ്ങൾ ഒരാളുടെ അരണപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇത് ശരി, നമുക്ക് അവിടെ വി രാജേഷ് ഉൾപ്പെടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. BJP നേതാവ് ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെ അവിടെ കാണാനാകുന്നുണ്ട്. നേതാക്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഇത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രതികരിക്കാതിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്നതിൽ തന്നെ അവിടെ വ്യക്തത വരേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ എന്തായാലും മരിച്ച് ഇപ്പോൾ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. വലിയ ആരോപണമാണ് BJPക്കെതിരെ ഉയർന്നു വരുന്നത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.